അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. എല്ലാവരും സുബഹി നമസ്കരിച്ചു. സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ മനസ്സിൽ കരുതിക്കൊണ്ട് യാ ലത്തീഫ് എന്ന പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ മഹത്വമുള്ള ദിക്ർ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കുകയാം. ഏതൊരാവശ്യമാണോ നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് 129 പ്രാവശ്യം അള്ളാഹുവിൻ്റെ യാ ലത്തീഫ് യാ അള്ളാഹ് എന്നുള്ള ഇസ്മു ചൊല്ലിയാലും സ്ഥിരമായി 7 ദിവസം ചൊല്ലിയാൽ ഏതൊരാവശ്യമാണോ ഏതൊരു പ്രശ്നമാണോ നിങ്ങൾക്ക് പരിഹരിക്കാനുള്ളത്, നമുക്ക് നേരിടാനുള്ളത്, ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ യാ ലത്തീഫ് എന്നുള്ള ദിക്ർ ചൊല്ലിക്കൊണ്ട് ആ പ്രശ്നത്തിലേക്ക് നേരിട്ടാൽ പരിപൂർണമായി അത് വിജയം വരുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. 129 വട്ടം ചൊല്ലിയതിന് ശേഷം സൂറത്ത് ശൂറായിലെ 18-ാമത്തെ ആയത്ത് അല്ലാഹു ലത്തീഫും ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ് എന്ന പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മഹോന്നതമായ മഅ്ഫിറത്തും ഔദാര്യവും അവൻ്റെ കരുണയും അവൻ്റെ റിസ്ക്കും അവൻ്റെ കരുണയും നമ്മളിലേക്ക് ഇറങ്ങാൻ കാരണമാകുന്ന സൂറത്താ. ഈ സൂറത്തോതിക്കൊണ്ടാണ് മഹാന്മാർ മുഴുവനും വിജയിച്ചത്. ഈ സൂറത്തോതിക്കൊണ്ടാണ് പലരും പലരുടേതായ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചത്. ഇത് നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതാതെ പരിശുദ്ധമായ നിയ്യത്തോടു കൂടി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്‌ലിസിലേക്ക് പ്രവേശിക്കാം. 129 വട്ടമാണിത് ചൊല്ലേണ്ടത്. സുബഹി നമസ്കരിച്ച അതേ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ കരുതിക്കൊണ്ട് നമ്മൾ ചൊല്ലുക. അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ലത്തീഫ് യാ അല്ലാഹ്, 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 യാ ലത്തീഫ് യാ അല്ലാഹ്,
യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്. ഇലാഹി അന്ത മഖ്സൂദി വറളാക മത്ലൂബി. നമുക്ക് സൂറത്ത് ശൂറായിലെ 18-ാമത്തെ ആയത്ത് ചൊല്ലാം. 7 തവണയാണ് ഈ ആയത്ത് ഓതേണ്ടത്. അല്ലാഹു ലത്തീഫുൻ ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലത്തീഫുൻ ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലത്തീഫുൻ ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലത്തീഫുൻ ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലത്തീഫുൻ ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലത്തീഫുൻ ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലത്തീഫുൻ ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹുവേ, യജമാനനായ തമ്പുരാനെ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയതായ യാ ലത്തീഫ് എന്നുള്ള നിന്റെ പരിശുദ്ധമായ പരിപാവനമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ലത്തീഫ് എന്നുള്ള ഇസ്മിന് 129 വട്ടം അതിൻ്റെ അക്ഷരസംഖ്യയോളം ഞങ്ങൾ ചൊല്ലി റബ്ബേ. കൂടാതെ സൂറത്ത് ശൂറായിലെ പരിശുദ്ധമായ നിന്റെ കരുണ, നിന്റെ ഔദാര്യം ഞങ്ങളിലേക്ക് ഇറങ്ങാൻ കാരണമാകുന്ന അല്ലാഹു ലത്തീഫും ബി ഇബാദി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ് എന്നുള്ള സൂറത്ത്, പരിശുദ്ധമായ സൂറത്ത് 7 തവണ പാരായണം ചെയ്തിട്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, ഞങ്ങളുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ പ്രതിസന്ധികളും ഞങ്ങളുടെ നീയത്തുകൾ മുഴുവനും എടുത്ത് നിർത്തിക്കൊണ്ട് നിന്റെ യാ ലത്തീഫ് എന്നുള്ള ഇസ്മുകൾ ചൊല്ലിക്കൊണ്ട് നിന്നോട് ചോദിക്കുന്നു റബ്ബേ, പരിപൂർണമായ സലാമത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഏതൊരു ഉദ്ദേശ്യത്തിന് വേണ്ടിയാണോ ഞങ്ങളിത് ചൊല്ലിയത്, ഏതൊരു ആഗ്രഹത്തിന് വേണ്ടിയാണോ ഞങ്ങളിത് പാരായണം ചെയ്തത്, അത് പരിപൂർണമായി നീ നടത്തിത്തരണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാൻ, ഗൾഫിൽ വിസ ശരിയാകാത്തവർക്ക് വിസ ശരിയാകാൻ, ഗൾഫിൽ വിസയിൽ പ്രശ്നമുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ജോലിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ശമ്പളം കൃത്യമായി കിട്ടാൻ, ശമ്പളം വർധനവ് കിട്ടാൻ, ജോലി മാറിക്കിട്ടാൻ, ഔദ്യോഗിക പദവികൾ കിട്ടാൻ, നാട്ടിൽ നല്ലതുപോലെയുള്ള ഗവൺമെൻറ് ജോലി കിട്ടാൻ, ഇൻ്റർവ്യൂ പാസ്സാവാൻ, മത്സര പരീക്ഷകൾ പാസ്സാവാൻ, വസ്തുക്കൾ നല്ല വിലയ്ക്ക് വിറ്റുപോകാൻ എന്ന് വേണ്ട നിരവധി അനവധി എന്താഗ്രഹമാണോ മനസ്സിൽ കരുതിക്കൊണ്ട് പൊന്ന് സഹോദരങ്ങളെ, മുത്തുമോമിനീങ്ങളെ, നിങ്ങൾ ഈ യാ ലത്തീഫ് ചൊല്ലിക്കോ. 7 ദിവസം തുടർച്ചയായി 129 തവണയാണ് റബ്ബിൻ്റെ നാമം നിങ്ങൾ ഉരുവിടേണ്ടത്. സുബഹിയുടെ മുസല്ലയിൽ നിങ്ങൾ ഖിബ്ലയ്ക്ക് അഭിമുഖമായി സുബഹി നമസ്കാര ശേഷം ഏറ്റവും അഫ്ളലായ സമയമാണ്
അള്ളാഹുവിൻ്റെ മാലാഖമാർ നമ്മുടെ വീടുകളിലേക്ക് ഇറങ്ങുന്ന സമയമാ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് മേൽ തുറക്കുന്ന മനോഹരമായ നിമിഷമാണ് സുബഹിക്ക് ശേഷമുള്ള നിമിഷം. അള്ളാഹുവിൻ്റെ മാലാഖമാർ വാനലോകത്ത് നിന്ന് റിസ്ഖുമായി, നമുക്ക് വേണ്ടിയുള്ള ഭക്ഷണവുമായി, നമുക്ക് വേണ്ടിയുള്ള സമ്പത്തുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആരാണോ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ കാംക്ഷിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നത് അവർക്ക് റിസ്ക് വിളമ്പാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മാലാഖമാർ വരുമെന്ന നമ്മുടെ വീടുകളിലേക്ക് റഹ്മത്തിൻ്റെ മാലാഖമാർ വരണോ. മുത്തുമോമിനീങ്ങളെ സ്ഥിരമായി ദിക്ർ ചൊല്ലിക്കോ. അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനും നീ കബൂലാക്കി തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിബറകതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.